എന്താ കംപ്ലൈന്റ്? ഇതിലെങ്ങനെയാ വെച്ചാല് ഇന്നില് 19 വോൾട്ടേജ് ഉണ്ട്, പക്ഷെ ഓക്കെ ഔട്ടിൽ ചെല്ലുമ്പോൾ 12 വോൾട്ടേജ് എത്തേണ്ടടുത്ത് 4 പോയിന്റ് സംതിങ് വോൾട്ടേജ് ഉള്ളൂ. ഓക്കെ, അപ്പോ അതിന്റെ അപ്പോ കംപ്ലൈന്റ് റീസൺ? നമ്മൾ നോക്കുമ്പോൾ ഇവിടെയാണ് ഈ ഇതില് PWM നടന്നിട്ട് ഇവിടെയാണ് 12 വോൾട്ടേജ് എത്തേണ്ടത്. ഈ ഓക്കെ 12 വോൾട്ടേജ് ആണ് ഇവിടെ ബാറ്ററിക്കും SRC പോയിന്റിക്കും പോകുന്നത്. ഓക്കെ ഓക്കെ അപ്പോ ഇവിടെ ഈ PWM കറക്റ്റ് നടക്കാത്തതുകൊണ്ടാണ് ഇവിടെ ഈ 5 വോൾട്ടേജ് എത്തുന്നത്. റൈറ്റ്. ഓക്കെ, അപ്പൊ ലീക്കേജ് സ്വിച്ചിങ് ആയിട്ടാണ് നടക്കുന്നത്. ലീക്കേജ് സെറ്റിംഗ് ആയിട്ട് നടക്കുന്നത് ഇവിടെ. അതുകൊണ്ടാണ് 4 വോൾട്ടേജ് വരുന്നത് അല്ലേ? ആ ആ ഓക്കെ ഓക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ അവിടെ റെഡി ആവേണ്ടതാണ്. ഓക്കെ ഓക്കെ, അപ്പൊ സെറ്റാക്കാൻ പറ്റും. സെറ്റാക്കാൻ പറ്റും. അപ്പൊ നോക്കലേ. ഓക്കെ, അപ്പൊ മോസ്പെറ്റ് മോസ്ഫെറ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. മോസ്പെറ്റ് മാറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ 12 വോൾട്ടേജ് നമ്മളെ പറഞ്ഞ 12 വോൾട്ടേജ് അവിടെ എത്തുന്നുണ്ട്. അപ്പൊ ആ മോസ്പെറ്റ് PWM സെറ്റ് ആയിട്ടുണ്ടാവും അല്ലേ? സെറ്റ് ആയിട്ടുണ്ട്. ഈ രണ്ട് മോസ്ഫെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ രണ്ട് മോസ്പെറ്റ് നമ്മൾ മാറ്റി ആ കോയിലിന്റെ ഔട്ടില് 12 വോൾട്ടേജ് കറക്റ്റ് 12 വോൾട്ടേജ്. അപ്പൊ ബാറ്ററിക്ക് ചാർജിങ് പ്രോപ്പർ ആയിട്ട് നടക്കും. പ്രോപ്പറായിട്ട് നടക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ കണ്ടീഷനിൽ ഈ ആംബിയറിൽ എങ്ങനെയാ വെച്ചാൽ സിസ്റ്റം ഡിസ്പ്ലേ വരും. ഡിസ്പ്ലേ വരും. ഓക്കെ, റൈറ്റ്. ഓക്കെ ഓക്കെ, അപ്പൊ ആ മോസ്പെറ്റ് രണ്ട് മാറ്റിയപ്പോൾ സാധനം സെറ്റ് ആയിട്ട് വർക്ക് ആയിട്ട് സെറ്റ് ആയിട്ടില്ല.